എലോഹിയം ഗ്ലോബൽ വർഷിപ്പ് സെന്ററിനും എതിരെ കേസെടുക്കാൻ ഭയന്ന് പോലീസ്. വിവാദ പാസ്റ്റർ ബിനു വാഴമുട്ടത്തിനും സ്ഥാപനത്തിനുമെതിരെ ഹിന്ദു ഐക്യവേദി നാട്ടുകാരും ഉൾപ്പെടെ നൽകിയ പരാതികളിൽ പോലീസ് നിഷ്ക്രിയത്വം തുടരുകയാണ്. അതേസമയം സ്ഥാപനത്തിലെ മനുഷ്യത്വ വിരുദ്ധ പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിച്ചവർക്കെതിരെ ഒന്നിലധികം കള്ളക്കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്നും ഗോകുൽ രമേശ് ചേരുകയാണ്. ഗോകുൽ, സുപ്രഭാതം, സ്വാഗതം. നമ്മൾ കുറേ ദിവസങ്ങളായി കൊടുക്കുന്നതാണ് ഈ ബിനു വാഴമുട്ടത്തിൻ്റെ വിവാദമായ പ്രസംഗങ്ങൾ, കൊലവിളികൾ ഒക്കെ തെളിവുകൾ സഹിതം പുറത്തുവിടുകയാണ് ജനം ടി വി. പക്ഷേ ഒരു നടപടിയും പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നില്ല. പക്ഷേ അങ്ങോട്ടേക്ക് ജനാധിപത്യപരമായി സമരം നടത്തിയ ആളുകൾക്കെതിരെ വലിയ ക്രിമിനൽ കുറ്റം ചുമത്തി കേസെടുക്കുന്നു. ഈ ബിനു വാഴമുട്ടം അത്ര വലിയ സംഭവമാണോ? ഇത്രയധികം രാഷ്ട്രീയ സ്വാധീനമുള്ള ഒരു കക്ഷിയാണ്. നമ്മൾ നേരത്തെ ദൃശ്യങ്ങൾ കണ്ടതാണ്. മുഖ്യമന്ത്രി, പ്രധാനപ്പെട്ട മന്ത്രിമാർ, ഇവരൊക്കെ ബിനു വാഴമുട്ടവുമായിട്ടുള്ള സൗഹൃദമൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ അദ്ദേഹം തൻ്റെ സൗഹൃദത്തെ രാഷ്ട്രീയപരമായി ഉപയോഗിക്കുകയാണല്ലോ. യാതൊരു നടപടിയും ഒരിഞ്ച് മുന്നോട്ടെടുക്കാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണല്ലോ, അദ്ദേഹത്തിനൊന്നും ഒന്നും കഴിയുന്നില്ല. പോലീസൊക്കെ വെറും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഓച്ഛാനിച്ച് നിൽക്കുകയാണ്. അങ്ങനെയല്ലേ ഗോകുൽ രമേശ്? വിനോദ അശ്വതി, നമസ്തേ. എന്തായാലും ഈ എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെൻറ്ററും അതോടൊപ്പം തന്നെ അതിൻ്റെ അനുബന്ധ സ്ഥാപനം സ്നേഹത്തണലും ആയിട്ട് ബന്ധപ്പെട്ട് അവിടെ നടന്നിട്ടുള്ള മനുഷ്യ ക്രൂരതകളെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ട് ഏകദേശം 2 ആഴ്ച പിന്നിടുകയാണ്. ഈ സംഭവങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ സ്ഥാപനത്തിനെതിരായിട്ട് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളും പരാതികളുമായിട്ട് സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സംഘടനകളും അതോടൊപ്പം തന്നെ നാട്ടുകാരും ഉൾപ്പെടെ രംഗത്ത് വരികയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെയും അതിലൊരു നിയമ നടപടി, കേസ് നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറെ ദൗർഭാഗ്യകരം. പ്രത്യേകിച്ച് 2 ആഴ്ച പിന്നിട്ടിട്ട് പോലും ഒരു നടപടിയും ഇയാൾക്കെതിരെയോ ഇയാളുടെ സ്ഥാപനത്തിനെതിരെയോ കൈക്കൊള്ളുവാനായിട്ട് പത്തനംതിട്ടയിലെ പോലീസിന് ഭയമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇയാളെ എതിർക്കുന്ന ആൾക്കാർക്കെതിരെ, ഇയാളുടെ സ്ഥാപനത്തിലേക്ക് പ്രതിഷേധം നടത്തിയ ആൾക്കാർക്ക് നേരെയൊക്കെ തന്നെ രാത്രിക്ക് രാത്രി കള്ളക്കേസ് രജിസ്റ്റർ ചെയ്യുവാനായിട്ട് പോലീസിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതേസമയമാണ് നേരെ മറിച്ച് ഒരു വശത്തേക്ക് ഇപ്പുറത്തെ അല്ലെങ്കിൽ ഈ വിവാദ പാസ്റ്റർക്കെതിരായിട്ട് നിയമ നടപടി സ്വീകരിക്കാനായിട്ട് പോലീസ് ഇനിയും തയ്യാറാകാത്തൊരു സാഹചര്യം. കഴിഞ്ഞ ദിവസം ഹിന്ദു ഐക്യവേദി പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ പുറത്തുവിട്ട വാർത്തയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഹിന്ദു ഐക്യവേദിയുടെ പരാതി. അതായത് ഭദ്രകാളി ദേവിയെ അധിക്ഷേപിക്കുന്ന ഒരു വീഡിയോ ഇയാൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഭദ്രകാളി ദേവി കുടുംബം കലക്കിയാണ് എന്നതടക്കം പറഞ്ഞുകൊണ്ട് ഒരു ഹിന്ദു കുടുംബത്തെ മാനസാന്തരപ്പെടുത്തി മതപരിവർത്തനം ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോയാണ് ഇയാൾ പങ്കുവച്ചത്. ആ വീഡിയോയിൽക്കെതിരായിട്ട് കൃത്യമായിട്ട് ജനം ടി വി നൽകിയ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഹിന്ദു ഐക്യവേദി പരാതി നൽകിയിട്ട് ഏകദേശം 1 ആഴ്ചയാകുവാനായിട്ട് പോവുകയാണ്. ഇന്നലെയാണ് ആ പരാതിക്കാർ അല്ലെങ്കിൽ ഇന്നലെ ആ ഹിന്ദു ഐക്യവേദി പ്രവർത്തകർ DYSP നേരിട്ട് കണ്ട് പരാതിയിൽ കേസെടുക്കാത്ത കാര്യം അന്വേഷിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം പോലും പോലീസ് ആ കേസിൽ ഒരു നടപടിയും സ്വീകരിക്കാനായിട്ട് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറെ ദൗർഭാഗ്യകരം. അത് ഹിന്ദു ഐക്യവേദി മാത്രമല്ല, നാട്ടുകാരുടെ നേതൃത്വത്തിലും വ്യാപകമായിട്ട് പരാതികൾ ഇയാൾക്കെതിരെ, ഈ ബിനു വാഴമുട്ടം എന്ന് പറയുന്ന പാസ്റ്റർക്കെതിരെ നൽകിയിട്ടുണ്ടായിരുന്നു. അതിലും ഒരു നടപടിയും ഇതുവരെയായിട്ടും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. നാട്ടുകാർ മാത്രമല്ല, ആക്ഷൻ കൗൺസിൽ, നാട്ടുകാർ ചേർന്ന് രൂപീകരിച്ചിട്ടുള്ള ആക്ഷൻ കൗൺസിലിൻ്റെ ഭാഗത്ത് നിന്നടക്കം പരാതികൾ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇയാളുടെ സ്ഥാപനം കേന്ദ്രീകരിച്ചുകൊണ്ട് ബാലവേലയടക്കമുള്ള ക്രൂരതകൾ, മനുഷ്യ ക്രൂരതകൾ വ്യാപകമായിട്ട് നടന്നു വന്നിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ എതിരെ ശക്തമായിട്ട് നടപടി ഉണ്ടാകണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഈ വന്നിരുന്ന പരാതികളിലേറെയും. പക്ഷേ ഒരു നടപടിയും സ്വീകരിക്കാനായിട്ട് പോലീസിനോ മറ്റധികൃതർക്കോ സാധിക്കുന്നില്ല. അതിന് കാരണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ബിനു വാഴമുട്ടം എന്ന് പറയുന്ന പാസ്റ്ററുടെ രാഷ്ട്രീയ പോലീസിന് ഭയം തന്നെയാണ്. ഗോകുലെ, ഇത്തരത്തിലുള്ള ബിനു വാഴമുട്ടന്മാരെ പിടിച്ചു നിർത്താൻ പോലീസിന് ഭയമാണ്. അതിന് ഇവിടെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളെന്നല്ല, മുഖ്യമന്ത്രിയുടെ അടക്കം പിന്തുണയുണ്ട് ഈ ബിനു വാഴമുട്ടത്തിന്. പിന്നെ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള കൊലവിളി പ്രസംഗവും ഭീഷണി പ്രസംഗവും മതവിദ്വേഷ പരാമർശവും ഒക്കെ അദ്ദേഹം നടത്താതിരിക്കും? എന്തായാലും പോലീസിന് ഭയമാണ്, നാട്ടുകാർക്ക് ഭയമില്ല. നല്ല രീതിയിൽ പ്രതിഷേധിക്കുന്നുണ്ട് നാട്ടുകാർ. ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ഗോകുൽ രമേശ്.